രാജ്യത്തിൻ്റെ 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ കോതമംഗലം KSRTC ഡിപ്പോയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു പുതിയ സംവിധാനത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു റിക്കവറി വാനിൻ്റെ ഉള്ളിൽ ഈ നമ്മൾ കാണാൻ പോകുന്ന തരത്തിലുള്ള ഒരു എൻജിൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു എയർ കംപ്രസറും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും നമുക്ക് എയർ പുറത്തേക്ക് വരുന്ന വിധത്തിൽ വണ്ടിയുടെ മുൻവശത്തും പുറവശത്തും ഇത്തരത്തിൽ 2 വാൽവുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ബീഡിയാവുന്ന വാഹനങ്ങളിൽ ടയർ പഞ്ചറുകൾ പെട്ടെന്ന് ടയർ മാറ്റിയിടുന്നുള്ള സംവിധാനമാണിത്. അപ്പോൾ ഇത്തരത്തിൽ വണ്ടി അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് മാറ്റിയിടാൻ കഴിയും. അതിൻ്റെ ഒരു ഡെമോ കാണിച്ചു തരുന്നുണ്ട്. ഇത് ചെയ്തിരിക്കുന്നത് കോതമംഗലം എംബിറ്റ്സ് കോളേജിലെ 2019 ബാച്ചിലെ വിദ്യാർത്ഥികളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അവരുടെ അധ്യാപകൻ നിതീഷ് തന്നെ പറയുന്നത്. ആയിട്ടുള്ളൊരു എഞ്ചിൻ ഇൻസ്റ്റാൾ ചെയ്ത് ആ എഞ്ചിൻ വെച്ച് റൺ ചെയ്യുന്ന ഒരു ന്യൂമാറ്റിക് എയർ കംപ്രസർ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ ആ എയർ കംപ്രസറിൻ്റെ ന്യൂമാറ്റിക് സിസ്റ്റം ഉപയോഗിച്ചിട്ട് നമുക്ക് റെഞ്ച്, അതായത് ബ്രേക്ക് ഡൗൺ കണ്ടീഷൻസിലോ അല്ലാത്തപ്പോഴോ വണ്ടികളുടെ ടയർ എളുപ്പത്തിൽ അയക്കാനായിട്ട്. അപ്പോൾ നോർമലി KSRTC ഒക്കെ ആകുമ്പോൾ നമുക്കൊരു ടയർ ചേഞ്ചിങ്ങിന് ബ്രേക്ക് ഡൗൺ കണ്ടീഷനിൽ 1 മണിക്കൂറൊക്കെ വരുന്ന ആ ഒരു വർക്ക് നമുക്ക് ഈ ഒരു ന്യൂമാറ്റിക് സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഒരു 15 മിനിറ്റ് കൊണ്ട് തീർക്കുന്ന രീതിയിൽ, അതുപോലെ ന്യൂമാറ്റിക് ജാക്ക് സിസ്റ്റം, റിവെറ്റിംഗ് സിസ്റ്റം, അങ്ങനെയുള്ള എല്ലാ വർക്കുകളും നമുക്ക് ഈ ന്യൂമാറ്റിക് ടൂൾസ് ഉപയോഗിച്ച് ചെയ്യുന്ന രീതിയിലാണ് കുട്ടികൾ ആ പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് കേരളത്തിൽ KSRTCയിൽ ഇങ്ങനെ ഒരു സംവിധാനത്തോടു കൂടി ഒരു റിക്കവറി വാൻ കോതമംഗലം ഡിപ്പോയിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ എഞ്ചിനീയറിംഗ്, പോളിടെക്നിക് 2 വിഭാഗത്തിലെ കുട്ടികൾ ചേർന്നിട്ടാണ് ഇപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത്. 21-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന എക്സ്പോയിലേക്ക്, KSRTCയുടെ എക്സ്പോയിലേക്ക് നമ്മുടെ ഒരു പ്രൊജക്റ്റായിട്ട് നമ്മൾ ഈ വാഹനം വിടാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. എംബിറ്റ്സ് കോളേജിലെ പ്രിയപ്പെട്ട അധ്യാപകർ, കോളേജിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, നമ്മുടെ കോതമംഗലം KSRTC ഡിപ്പോയിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർ, ഇന്ന് ഈ സ്വാതന്ത്ര്യ ദിന പുലരിയിൽ ഒരു വ്യത്യസ്തമായ അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു കൂടിച്ചേരലാണ് ഇവിടെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും KSRTC ജീവനക്കാരും നമ്മുടെ നാടിൻ്റെ അഭിമാനമായി മാറിയിട്ടുള്ള എംബിറ്റ്സ് കോളേജിലെ പ്രിയപ്പെട്ട അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാം ചേർന്നുകൊണ്ട് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കോതമംഗലം KSRTC ഡിപ്പോയെ സംബന്ധിച്ച് ഒട്ടേറെ വർഷങ്ങളുടെ ചരിത്രമുള്ള ഒരു ഡിപ്പോയാണ്. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റ് എന്നുള്ള നിലയിൽ ഇടുക്കി ജില്ലയിലേക്ക് അടക്കമുള്ള, അല്ലെങ്കിൽ ഇടുക്കി എറണാകുളം ജില്ലകളെ കണക്ട് ചെയ്തുകൊണ്ടുള്ള നിരവധിയായ ബസ് സർവീസുകളടക്കം വളരെ വിജയകരമായി നടത്തുന്നൊരു ഡിപ്പോ കൂടിയാണ്. ഇപ്പോഴാണെങ്കിൽ ജംഗിൾ സവാരി അടക്കമുള്ള ബജറ്റ് ടൂറിസത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ കേന്ദ്രമായി കോതമംഗലം ഡിപ്പോ മാറിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ഒരുപാട് വികസനം, പുതിയ ബസ് ടെർമിനലിൻ്റെ നിർമ്മാണം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ അതിനോടൊപ്പമാണ് വ്യത്യസ്തമായ ഒരു ശ്രദ്ധേയമായൊരു നേട്ടം കൂടി. ഇവിടെ ഈ ഒരു റിക്കവറി വാഹനം അത് അപൂർവമാണ് ഇപ്പോൾ KSRTC ഡിപ്പോയിൽ അവശേഷിക്കുന്നുള്ളൂ. അതിലൊന്ന് ഏതായാലും കോതമംഗലത്താണ്. അപ്പോൾ വെറും ഒരു വാഹനമല്ലാതെ ഇനി മുതൽ ഇവിടെ എംബിറ്റ്സ് കോളേജിലെ കുട്ടികൾ അവരുടെ പഠനത്തിൻ്റെ ഭാഗമായി കണ്ടെത്തിയ ഒരു എയർ കംപ്രസർ യൂണിറ്റ്, കംപ്രസർ യൂണിറ്റ് കൂടി അതിനകത്ത് സ്ഥാപിച്ചുകൊണ്ട് ബ്രേക്ക് ഡൗൺ ആവുന്ന വാഹനങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് 1 മണിക്കൂറും അല്ലെങ്കിൽ അതിലേറെ സമയം പലപ്പോഴും വാഹനങ്ങൾ റോഡിൽ കിടന്ന് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏതായാലും എംബിറ്റ്സ് കോളേജ് ഇത്തരം ഒരു സൗകര്യം ഏർപ്പെടുത്തിയതോടുകൂടി ഇനി അത്തരം ഒരു സാഹചര്യം ഉണ്ടാവില്ല. കേവലം 5 മിനിറ്റ്, ഏറിയാൽ 5 മിനിറ്റിനുള്ളിൽ വാഹനങ്ങൾ ടയറുകൾ മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ള അത്യാധുനിക മിഷനറിയാണ് ഇവിടെ കോളേജ് നിർമ്മിച്ച് ഈ വാഹനത്തിൽ ഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും കോതമംഗലം KSRTC ഡിപ്പോയെ സംബന്ധിച്ച് ഏറെ ഉപകാരപ്രദമാണ്. ഇപ്പോൾ ഈ ഒരു കണ്ടുപിടുത്തം അത് കേരളത്തിൽ തന്നെ അപൂർവമാണ്, അല്ലെങ്കിൽ ഒരു ഏക വാഹനമാണ് ഇത്തരത്തിലുള്ള ഒരു മിഷൻ ഘടിപ്പിച്ച വാഹനം എന്നുള്ളതുകൊണ്ട് തന്നെ ഈ വരുന്ന 20-ാം തീയതി മുതൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചിട്ടുള്ള എക്സ്പോയിൽ നമ്മൾ ഈ വാഹനം അവിടെ ഒരു ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി കൂടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് ഈ വാഹനത്തെ ഒന്ന് പരിചയപ്പെടുത്തുക, ഇതിൻ്റെ സിസ്റ്റം അല്ലെങ്കിൽ ഈ ടെക്നോളജി ഒന്ന് പരിചയപ്പെടുത്തുക, ഇതിന് നേതൃത്വം കൊടുത്തവരെ ഒന്ന് ആദരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ തന്നെ ഇത്തരമൊരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ മാതൃകാപരമായ നേട്ടം കൈവരിച്ച പ്രിയപ്പെട്ട കുട്ടികളെ, അവരെ ആ നിലയിൽ മാറ്റി തീർത്ത എംബിറ്റ്സ് കോളേജിലെ പ്രിയപ്പെട്ട അധ്യാപകരെയും മാനേജ്മെൻറ്റിനെയും ഒക്കെ MLA എന്നുള്ള നിലയിൽ പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള സഹായങ്ങൾ കോതമംഗലം KSRTC ഡിപ്പോയ്ക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു.
ഇത്തരത്തിൽ അത് തീർന്ന് കൊണ്ടിരിക്കുകയാണ്, പണി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും പണി ചെയ്യാനായിട്ട് 2.25 മിനിറ്റാണിത്. അതായത് വണ്ടിയുടെ ടയർ അഴിച്ചു, മാറ്റി വീണ്ടും ഫിറ്റ് ചെയ്യുന്നു. വെറും 2.25 മിനിറ്റാണ് ഞാൻ ഈ ഒരു വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തതാണ്. അപ്പോൾ കൃത്യമായിട്ട് 2 മിനിറ്റ് 43 സെക്കൻഡാണ് വേണ്ടത്. അത്ര പെട്ടെന്ന് നമുക്ക് ഈ സംഭവം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇതാണ് ഈ വീഡിയോയിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു വിചാരിക്കുന്നു. അപ്പോൾ തൽക്കാലം നമുക്കിവിടെ നിർത്താം. ഗുഡ് ബൈ.